മാഷിന് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേപോലെ ബോർഡിലെല്ലാം എഴുതി തരും. അത് ഞങ്ങൾ ഏറ്റുചൊല്ലി പഠിക്കും. പണ്ട് മാഷ് ഇങ്ങനെ ആയിരുന്നില്ല. നിറയെ പാട്ടുകൾ പാടിത്തരും, കഥകൾ പറഞ്ഞു തരും. പെട്ടെന്നാണ് മാഷിന് ക്യാൻസർ പിടികൂടിയത്. പക്ഷേ ഞങ്ങളുടെ മാഷ് തളർന്നില്ല. 2 വർഷത്തോളം ചികിത്സയിലായിരുന്ന മാഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ആ മധുര ശബ്ദം മാത്രം നമുക്ക് തിരിച്ചു കിട്ടിയില്ല. മാതാപിതാ ഗുരുദൈവം, മറക്കരുതൊരിക്കലും ഈ മന്ത്രം. മാഷിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. രണ്ടാമതും ക്യാൻസർ വന്ന എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് RCCയിലെ ഡോക്ടർ എലിസബത്താണ്. ഡോക്ടർ എൻ്റെ കയ്യിൽ പേനയും പേപ്പറും തന്നു. എഴുതാൻ പറഞ്ഞു. സ്കൂളിനെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ പേപ്പറിലേക്ക് ഞാൻ പകർത്തി. കൂട്ടുകാരെ കുറിച്ച്, സ്കൂളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ഡോക്ടർ പറഞ്ഞു തന്ന അറിവുകളും എൻ്റെ അനുഭവങ്ങളും ചേർത്ത് പുനർജനി എന്ന പുസ്തകവും പുറത്തിറങ്ങി. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറുടെ പേരിലുള്ള ആ പുസ്തകം ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകുന്നു. അസുഖം മാറി വന്ന ഞങ്ങളുടെ മാഷ് ഞങ്ങളുടെ വിദ്യാലയത്തെ മാതൃകാ വിദ്യാലയമാക്കി മാറ്റി. ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരി സന്ധ്യ പറയും. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഇംഗ്ലീഷിന് പ്രത്യേക ക്ലാസ്സൊക്കെ ഉണ്ട്. LKGയിലേക്ക് ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ മാഷ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഓണസ്റ്റി ഷോപ്പ് തുടങ്ങി. ഞങ്ങൾ തന്നെ വില എഴുതി വെച്ച് സാധനങ്ങൾ വാങ്ങും. ഈ കട ഞങ്ങളിൽ സത്യസന്ധതയും ചുമതലാബോധവും വളർത്തുന്നു. നല്ല കളിസ്ഥലം, ശുചിമുറികൾ ഒക്കെ ഞങ്ങൾക്ക് സ്വന്തമായി. ഇപ്പോൾ ഞങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്തുന്നു. എങ്ങനെ ക്യാൻസർ തിരിച്ചറിയാമെന്നും നേരത്തെ തിരിച്ചറിഞ്ഞാൽ അസുഖം മാറുമെന്നും എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പഠിച്ചു വളരാൻ, വലിയവരാകാൻ എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഞങ്ങളുടെ സർക്കാർ സ്കൂളിലുണ്ട്. ക്യാൻസറിനെ പേടിക്കേ വേണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളുടെ മാഷിനെ പോലെ ധൈര്യത്തോടെ അസുഖത്തെ നേരിടണം. മനോരമ ന്യൂസിന് വേണ്ടി 3Aയിലെ സ്നേഹ.